ഹലോ, നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോയ ചങ്ക്സ് കറി ഉണ്ടാക്കാം. സോയാബീനായിട്ട് സോയ ചങ്ക്സ് ആദ്യമായിട്ട് നമ്മുടെ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് സവാള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇടാം. അത് കഴിഞ്ഞ് കുതിർത്ത് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് എടുത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല ഇടാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടേക്കണേ. കുറച്ച് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ സോയ ചങ്ക്സ് കറി റെഡിയാവും. നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഞാനൊന്ന് കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ഈ അളവൊന്നും സ്പൂൺ വഴി പറഞ്ഞുതരാൻ അറിയത്തില്ല. ഒരളവിനും ഇടുക, അത്രേ ഉള്ളൂ പൊടികളൊക്കെ. എന്നിട്ട് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കടുവറുത്തെടുക്കാം. കടുവിട്ട് കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില, കൊച്ചുള്ളി എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അല്ല കുറച്ചുകൂടെ റോസ്റ്റായിട്ട് വേണമെങ്കിൽ റോസ്റ്റായിട്ട് എടുക്കാം. എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത്, തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കറി റെഡി.